കൂട്ടുകാരെ നമസ്കാരം. നമ്മളിന്ന് നല്ല ടേസ്റ്റുള്ള ഒരു കാബേജ് തോരൻ ഉണ്ടാക്കാൻ പോവാണ്. കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ. അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരണ്ടി വെക്കുക, ഒരു കാബേജ് എടുക്കുക, ഒരു സവോള, 3 പച്ചമുളക്, കറിവേപ്പില എല്ലാം എടുത്ത് വെക്കുക. നമുക്ക് ഈ കാബേജിന് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അധികം നീളവും കട്ടിയൊന്നുമില്ലാണ്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മുടെ കാബേജ് പൂവായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇതിൽ കണ്ടമാനം വിഷം അടിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് മഞ്ഞൾ പൊടിയിട്ട് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെക്കാം. നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് സവോളയും പച്ചമുളകും എല്ലാം കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ അകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഒരു സവോള കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ച് കൊടുത്ത് വഴറ്റാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് അധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. നമ്മുടെ കാബേജിന് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മുടെ കാബേജ് കറിയുടെ ടേസ്റ്റ് ഡബിൾ ആക്കി എടുക്കാൻ വേണ്ടി കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞതാണ്. 1 ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചി ഇതുപോലെ കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് ഒരു ഭയങ്കര ടേസ്റ്റാണ് ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ. നമുക്കിനി ഇത് പതുക്കെ മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ രുചികരമായ കാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഇനി കാബേജ് തോരൻ വെക്കുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി കൂടി ഇട്ടിട്ട് തോരൻ വെച്ച് നോക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.